എൻ്റെ മോള് പറഞ്ഞു, സ്വന്തം മോള് പറഞ്ഞു, എൻ്റെ ഡോക്ടറെ ഞങ്ങൾക്ക് ഇവനെ തരണം, ഞങ്ങൾക്ക് ഇവനെ തരാണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോയാലെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഞാൻ 1 മാസമായി അവനെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട്, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, പോയത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവർ ഈ മോനിറ്ററെ നോക്കി ഇരിപ്പുണ്ട്. അപ്പോൾ 0 വന്നു, എല്ലാം പോയി. ശരി പോയി എന്ന് ഓർത്ത്. അപ്പോൾ എൻ്റെ സ്വന്തം മോൾ ഇവൻ്റെ കാലെ രണ്ടിലും പിടിച്ച് വലിച്ചേച്ച് പറഞ്ഞ്, ചേട്ടായി നീ പോകരുതടാ, നമ്മുടെ പപ്പയുടെ കൂടെ പോകരുത്, പപ്പ മരിച്ചു പോയി, പോകരുത്, നിൻ്റെ അമ്മയ്ക്കും കൊച്ചിനും ആരും ഇല്ലടാ, എഴുന്നേക്കടാന്ന് പറഞ്ഞു. ഇവൻ കാലെ പിടിച്ച് എൻ്റെ മോള് പിടിച്ച് വലിച്ചപ്പോൾ ഇവൻ മരിച്ചവൻ ഈ മൂടിൽ തുണി മാറ്റിയിട്ട് ഇവൻ 2 കൈയും കൂത്തി ചാടി ഇങ്ങ് ഏറ്റു കഴിഞ്ഞപ്പം കൃപാസന ഉള്ള സംഭവമാണ് ഇത്, ഉണ്ടായ സംഭവം ഇത്. എൻ്റെ മക്കൾ കണ്ടുകൊണ്ട് നിൽക്കുക, ഭാര്യ ബോധം കെട്ട് വീണ്, സ്വന്തം മോള് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ എന്നെ വിളിച്ചതെല്ലാം പറയുന്നുണ്ട്. ഇവൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഡോക്ടർ തന്നെ പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരുടെ ദുബായിലെ ആശുപത്രിയിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായതാ പോലും. ഡോക്ടർമാർ പേടിച്ച് ഓടി, ഈ നേഴ്സുമാരോടി, ഈ മരിച്ചയാളിങ്ങനെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മക്കൾ ഇറങ്ങി ഓടി. കൈ കുത്തി അവനിങ്ങനെ ഏറ്റിരുന്നേച്ച് കണ്ണ് രണ്ടും ഇങ്ങനെ വലിച്ച് തുറക്കുവാന്നാണ് പറഞ്ഞത്. അവർ കണ്ടോണ്ടിരിക്കണ കാര്യമാണെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം വിളിച്ചറിയുന്നുണ്ട്. അപ്പം ഇവൻ ഏറ്റിരുന്നിട്ട് കണ്ണെല്ലാം വലിച്ചിങ്ങനെ തുറന്നു വെച്ച് അവിടെ കിടന്നെന്ന് പറഞ്ഞു. ഡോക്ടർ ഓടി വന്നുവെച്ച് പിടിച്ച് കിടത്തി. ആദ്യം ഡോക്ടർമാർ കരഞ്ഞോണ്ട് ഇറങ്ങി ഓടി, വന്നിട്ട് പിടിച്ച് കിടത്തി. ആ മൂക്കിക്കടയും വായിക്കടയും ബ്ലഡായിരുന്നു അന്ന് വന്നത്. അങ്ങനെയാണ് അവൻ മരിച്ചു എന്ന് അവർ പറഞ്ഞത്. ഇവന് കൈ കുത്തി ചാടി ഇങ്ങനെ ഏറ്റപ്പം ഈ ബ്ലഡിൻ്റെ വരവ് അവിടെ നിന്നു. പിന്നെ ഡോക്ടർമാർ മരുന്ന് കൊടുക്കാൻ തുടങ്ങി. ശരിക്കും മരിച്ചതാണ് അവൻ. ഈ ഇതിൽ മോണിറ്ററിൽ നോക്കുമ്പോൾ 0 മാത്രമേ കാണിക്കുന്നുള്ളൂ, 0 ഇല്ലെന്നോ, ലാസ്റ്റ് വരുമ്പോൾ ഒന്നും ഇല്ലാണ്ടായി. അങ്ങനെ അവന് കൈ കുത്തി അവൻ എഴുന്നേറ്റ് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം അവൻ പയ്യെ സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർക്ക് ഒരു അതിശയം എന്ന് പറഞ്ഞാൽ അന്നേരം പറഞ്ഞു, മോനെ നീ ദൈവത്തിൻ്റെ പുത്രനാന്ന്. അപ്പം ഭാര്യ ബോധം കെട്ട് കിടക്കുക. എന്നിട്ട് അവൾ കാണുന്നുണ്ട് കൃപാസന മാതാവ് ഇവൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്, ഈശോയും വന്ന് നിൽപ്പുണ്ട്. എൻ്റെ ഇച്ചായനെ തൊടണേ മാതാവേ, എൻ്റെ ഇച്ചായനെ തൊടണേ എന്ന് പറഞ്ഞു. ഇവൾ വലിയ കാറിയെന്ന് പറഞ്ഞു. മാതാവ് അവനെ ശരിക്കും തൊട്ട് എഴുന്നേൽപ്പിച്ചതാണ് അവൻ, അല്ലെങ്കിൽ അവൻ ഇന്നുണ്ടാകുകയില്ല.